ഹായ് ഫ്രണ്ട്സ്, ഈ കൊടും ചൂടിനെ സഹിക്കാൻ നമുക്ക് നല്ലൊരു ഷെയ്ക്ക് ആയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ 2 ആപ്പിള്, ചെറിയ പഴം, കശുവണ്ടി, പാല്, പഞ്ചസാര ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പിളിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് ചെത്തണം. തൊണ്ട് ചെത്താതെയും ഇടാം. ഞാനിപ്പോൾ ഇവിടെ ചെത്തിയാണ് ഇടുന്നത്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ലപോലെ തൊണ്ട് ചെത്തിയെടുക്കാം. നല്ലപോലെ കഴുകി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് വേണം തൊണ്ട് ചെത്താൻ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. ഇനി 2ആക്കി മുറിച്ചിടാം. മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതേപോലെ തന്നെ തൊണ്ട് ചെത്തിയെടുക്കാം. അതിൻ്റെ ആ കുരുവും ഒക്കെ കളയണേ. നല്ലപോലെ കൊള്ളിച്ച് ചെത്തിക്കളയണം. എന്നിട്ട് 2ആക്കുക. അപ്പോൾ ഞാൻ ആപ്പിൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നേ. അപ്പോൾ ഒരു തണവും കൂടെ കിട്ടുമല്ലോ. അപ്പോൾ ഞാനിവിടെ 3 ഞാലിപ്പൂവൻ പഴമാണ് ഇടുന്നത്. ഒത്തിരി ഇടണ്ട. ഒത്തിരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പഴത്തിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് വരും. 3 ഇട്ടാൽ മതി. ഇനി നമുക്കൊരല്പം കശുവണ്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഒരു തരിതരിപ്പും ഒക്കെ ആകുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റായിരിക്കും കഴിക്കാൻ. അപ്പോൾ പാല് ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. കട്ടയായിട്ടിരിക്കുമായിരുന്നേ. പുറത്തെടുത്ത് വെച്ചപ്പോൾ തന്നെ ചൂട് കൊണ്ട് അലിഞ്ഞു പോന്നു. അപ്പോൾ അത് നമുക്ക് ആദ്യം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളത് പഴവും ഈ കശുവണ്ടിയും ആപ്പിളും കൂടെ ഒന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പഞ്ചസാര 2 സ്പൂൺ ഇട്ടാൽ മതിയേ. ഞാനിവിടെ കുറച്ചേ ഇടുന്നുള്ളൂ. ഒന്നാമത് എല്ലാ ആൾക്കാർക്കും ഷുഗറും ഇതൊക്കെയാണല്ലോ. നമ്മൾ മധുരമൊക്കെ കഴിക്കുന്നത് കുറച്ച് കഴിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഷെയ്ക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.